സിംഹത്തിൻ്റെ 3 രോമങ്ങൾ. സെഗാബിന് 11 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നീട് ഹെൽഗ എന്നു പേരുള്ള ഒരു സ്ത്രീയെ അവൻ്റെ അച്ഛൻ വിവാഹം കഴിച്ചു. അവന് ഹെൽഗയെ ഒട്ടും ഇഷ്ടമായില്ല. എന്നാൽ ഹെൽഗ അവനെ സ്നേഹിച്ചു. അമ്മയെപ്പോലെ തന്നെ അവർ പെരുമാറി. സെഗാബിന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരങ്ങൾ തന്നെ അവർ ഉണ്ടാക്കി. പക്ഷേ അവനത് തൊട്ടില്ല. അവന് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു. അവനത് നോക്കിയത് പോലുമില്ല. അവന് പുതിയ ഷൂ വാങ്ങിക്കൊടുത്തു. അവനത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അവർ മിണ്ടാൻ തുടങ്ങിയാൽ സെഗാബ് ഓടിക്കളയും. ഒരു ദിവസം ഹെൽഗ എന്ന പാവം സ്ത്രീ സെഗാബിനോട് പറഞ്ഞു, "എനിക്കൊരു മകനുണ്ടാവണമെന്ന് ഞാൻ കൊതിച്ചിരുന്നു. നീയാണ് എൻ്റെ മകൻ. ഞാൻ നിന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ മകനല്ല. നിങ്ങൾ എൻ്റെ അമ്മയുമല്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഒരിക്കലും ഇഷ്ടപ്പെടുകയുമില്ല," അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് കേട്ട് ഹെൽഗ വളരെയേറെ ദുഃഖിച്ചു. രാത്രി മുഴുവനും ഇരുന്ന് അവർ കരഞ്ഞു. പിറ്റേന്ന് രാവിലെ അവർ അടുത്തുള്ള ഒരു ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിക്കുവാനായി പോയി. സെഗാബിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, "ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്തു തരണം. കാട്ടിൽ പോയി ഒരു സിംഹത്തിൻ്റെ 3 രോമങ്ങൾ കൊണ്ടുവരണം," ഗുരു ആവശ്യപ്പെട്ടു. "അയ്യോ, അതെങ്ങനെ? സിംഹം എന്നെ തിന്നുകളയില്ലേ?" ഹെൽഗ ചോദിച്ചു. "അതൊന്നും എനിക്കറിയില്ല. എനിക്ക് സിംഹത്തിൻ്റെ 3 രോമങ്ങൾ കൊണ്ടുതന്നേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല," എന്ന് ഗുരു പറഞ്ഞു. വേറെ വഴിയില്ലല്ലോ. അവർ സിംഹത്തിൻ്റെ രോമങ്ങൾ തേടി കാട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്നും വളരെ അകലെയായിരുന്നു സിംഹങ്ങൾ പാർക്കുന്ന കാട്. അവിടെ എത്തി അവർ ഒരു സിംഹത്തെ കണ്ടു. അവരെ കണ്ടപ്പോൾ തന്നെ സിംഹം കാടു നടുങ്ങുമാറ് ഉച്ചത്തിൽ അലറി. അവൻ വല്ലാതെ വിശന്നു നിൽക്കുകയായിരുന്നു. അലർച്ച കേട്ട പാതി കേൾക്കാത്ത പാതി ഹെൽഗ ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. പിറ്റേന്നും അവർ കാട്ടിൽ ചെന്നു. അന്ന് വെറും കൈയോടെയല്ല പോയത്. കയ്യിൽ കുറച്ച് ഇറച്ചിയും ഉണ്ടായിരുന്നു. സിംഹം നിൽക്കുന്നതിന് കുറച്ചകലെ ഇറച്ചി വെച്ചിട്ട് അവർ ഓടിക്കളഞ്ഞു. ഇറച്ചി കണ്ട പാതി കാണാത്ത പാതി സിംഹം ഓടി വന്നു. അത് മുഴുവൻ അകത്താക്കി. ഹെൽഗ അടുത്ത ദിവസവും ഇറച്ചിയും കൊണ്ട് കാട്ടിൽ പോയി. ഇത്തവണ അവർ കുറച്ചുകൂടി അടുത്ത് ഇറച്ചി കൊണ്ടുവച്ചു. സിംഹം അത് മുഴുവനും ശാപ്പിടുകയും ചെയ്തു. ഇതൊരു പതിവായിത്തീർന്നു. ആ സ്ത്രീ തൻ്റെ ശത്രുവല്ല, മിത്രമാണെന്ന് സിംഹത്തിന് മനസ്സിലായി. അവൻ്റെ ദേഷ്യമൊക്കെ പമ്പ കടന്നു. ഹെൽഗയെ കാണുമ്പോൾ അലറുന്ന പതിവൊക്കെ അവൻ മതിയാക്കി. അവരെ കാണുന്നത് അവന് സന്തോഷമായി. ഹെൽഗ ഒരു ദിവസം സിംഹത്തിൻ്റെ തൊട്ടടുത്ത് ചെന്ന് ഇറച്ചി വായിലേക്ക് വെച്ചു കൊടുത്തു. അതേ സമയം തന്നെ 3 രോമങ്ങൾ പിഴുതെടുക്കുകയും ചെയ്തു. സിംഹം കോപിച്ചില്ല. ഹെൽഗ ആ രോമങ്ങളുമായി ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സിംഹരോമങ്ങൾ കാണിച്ചുകൊണ്ട് അവർ ചോദിച്ചു, "ഗുരു, ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?" "ഒന്നും ചെയ്യേണ്ട," ഗുരു പറഞ്ഞു. "ഒരു സിംഹത്തെ മെരുക്കിയെടുക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? നിങ്ങൾക്ക് സിംഹത്തെ മെരുക്കാമെങ്കിൽ സെഗാബിനെ ഇണക്കാനും കഴിയില്ലേ? കഴിയും. ക്രമേണ അവൻ നിന്നെ സ്നേഹിക്കും. അതെനിക്കുറപ്പാണ്."